RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെക്കുറിച്ചാണ്. മത്സരത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടാണ്. പറഞ്ഞ പോലെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നിന്ന് കളി നടത്തിയിട്ട് അടച്ചിട്ട സ്റ്റേഡിയത്തിൽ വെച്ച് തീർത്തിട്ടാണ് പോയത് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിനെ. ആദ്യ ഗോൾ റയൽ മാഡ്രിഡാണ് സ്കോർ ചെയ്യുന്നത്. പക്ഷേ സമനില ഗോൾ എപ്പോൾ അടിക്കുന്നോ അതിനുശേഷം റയലിന്റെ കയ്യിൽ നിന്ന് കളി പോവുകയാണ്. ഹാലണ്ടിലൂടെ വിജയ ഗോൾ നേടി, 2ാം ഗോൾ നേടിയ ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ റയലിന്റെ ചിത്രത്തിലേ ഇല്ല. ലേറിന്റെ കളിയൊക്കെ എവിടെ പോയെന്നല്ല. 35 മിനിറ്റും ആ പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കളി ഉണ്ടായിരുന്നല്ലോ, അത് ഗംഭീരമായിരുന്നു റയൽ മാഡ്രിഡിന്റെ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ കളിയിൽ റയൽ മാഡ്രിഡ് 2-3 ഗോൾ ജയിക്കുന്നു. ഒരുപാട് ഇഞ്ചുറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. സാബി അലോൺസോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ കുറെ ഇഞ്ചുറി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻസ് ചെയ്ത് ടീം വർക്കോട് കൂടിയിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ 35 മിനിറ്റ് വരെ കളിച്ചത്. 35 മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്നാണ് സമനില ഗോൾ നേടി ആ സമയം മുതൽ അതിനുശേഷം റയലിന്റെ കളി അവിടെ പോയി. സെക്കൻഡ് ഹാഫിനും കുറച്ച് ട്രൈ അറ്റംപ്റ്റുകളൊക്കെ നടത്തിയതെങ്കിലും കൂടുതൽ കളി മെനഞ്ഞത് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു. സിറ്റിയുടെ കുറേ അറ്റംപ്റ്റുകൾ കോർട്ട് എന്ന ഗോൾ കീപ്പർ ഉള്ളത് കൊണ്ട് മാത്രമാണ് റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 ഗോളെങ്കിലും വീഴേണ്ട ചാൻസ് ഉണ്ട്. ചുരുങ്ങിയതൊരു 3 ഗോൾ 3-1 വിജയിക്കേണ്ടതുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കളിയ ശേഷം ബെല്ലിംഗ്ഹാമും സാബി അലോൺസോയ്ക്കെതിരെ ബെല്ലിംഗ്ഹാമും അതേപോലെ റോഡ്രിഗോ ഹഗ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, മരിക്കുന്നവരെ ക്ലബിന്റെ കോച്ചിനോടൊപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അസൻസിയോയും എല്ലാവരും ഇങ്ങനെ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ആ ക്ലബിലുണ്ട്. ഇപ്പോൾ എംബാപ്പയും ഇല്ല, പെനാൾട്ടി ഇല്ല. നോ എംബാപ്പെ, നോ പെനാൾട്ടി, നോ റയൽ മാഡ്രിഡ്. ഈ ഒരു അവസ്ഥയിലാണ് അവസാന 8 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ മാത്രമേ റയൽ മാഡ്രിഡ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എൽ ക്ലാസിക്കോയിൽ ബാഴ്സയെ തോൽപ്പിച്ച ശേഷം കണ്ടിന്യൂസ് ആയിട്ട് 3 മത്സരങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം സെൽട്ടാവിക്കായിട്ട് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടു. ഇന്ന് അതേ ഹോം ഗ്രൗണ്ടിൽ സിറ്റി പരാജയപ്പെടുത്തിയിട്ട് പോയി 2-1. സാന്റിയാഗോ സൊളാരി എന്ന് പറയുന്ന റയൽ മാഡ്രിഡ് കോച്ചായിരുന്ന ചങ്ങായി 2 ഹോം ഗ്രൗണ്ടിൽ മത്സരത്തിൽ കണ്ടിന്യൂസ് ആയി തോറ്റതിന്റെ ഫലമായിട്ട് സാക്കിയാണ് റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന ചരിത്രം കൂടെ റയൽ മാഡ്രിഡ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് ചാറ്റ് ഇതാണെന്നും സാവി സാക്ക് ചെയ്തോ, സാവി എസ് ഓർ നോ, സാവി ഔട്ട് ഓർ നോട്ട് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു മത്സരം കൊണ്ടൊന്നും ചിലപ്പോൾ സാവിയെ വിലയിരുത്താനായിട്ടില്ല. റയൽ മാഡ്രിഡിലെ പ്രശ്നങ്ങളൊക്കെ തിരിച്ച് എല്ലാം റെഡിയാക്കി തിരിച്ചു വരാനുള്ള ചാൻസുകളുണ്ട്. റയൽ മാഡ്രിഡാണ്. പക്ഷേ പ്രശ്നങ്ങളുള്ളിൽ ഉണ്ടെങ്കിൽ, ക്ലബിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പുറത്ത് വരും. അത് ഈ സീസണോടുകൂടി ഒന്നില്ലേ സാവിയുടെ അവസാന സീസൺ ആയിരിക്കും റയൽ മാഡ്രിഡിൽ ആദ്യ സീസൺ തന്നെ അവസാന സീസണായി മാറേണ്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ 8 മത്സരങ്ങളായി റയൽ മാഡ്രിഡ് 8 മത്സരങ്ങൾ കളിച്ച് 2 മത്സരങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അതേപോലെ റോഡ്രിഗോന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എമ്മാതിരി പുൾ ഓഫ് ചെയ്യുന്ന ചങ്ങായിനൊക്കെ കൊണ്ടുപോയിട്ട് ബെഞ്ചിലിരുത്തിയിട്ട് ആ ചങ്ങായിന്റെ കരിയർ നശിപ്പിക്കൽ ചെയ്യുന്നു. കഴിഞ്ഞ സീസൺ അഞ്ചലോട്ടിയുടെ സീസണിൽ അവസാനത്തോടുകൂടി തുടങ്ങിയ ഈ റോഡ്രിഗോ കാണിക്കുന്ന ഈ അനീതി. ഈ ചങ്ങായി ഇന്ന് ഒരു ഗോൾ അടിക്കുന്ന 31 മത്സരങ്ങൾ വളരെ കുറച്ച് മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ്, 20 മിനിറ്റ്, 25 മിനിറ്റ്, കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് ഈ ചങ്ങായി ഫുൾ ടൈം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇന്ന് കുറേ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് സുന്ദരമായ ഒരു ഗോള് ആദ്യം നേടുകയാണ്. അതിനുശേഷം 2 ഗോളിൽ സിറ്റി അടിച്ച് വിജയിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് ചാൻസുകൾ സിറ്റിക്ക് കിട്ടുന്നുണ്ട്. എംബാപ്പയുടെ കുറവ് ഇന്നെന്താന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് റയൽ മാഡ്രിഡിന്റെ. എന്താ എംബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങി 1-2 ഗോൾ അടിച്ചിട്ടുണ്ട്. ആ ഒരു ഫൈറ്റിനുള്ള ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു 35 മിനിറ്റ് കൗണ്ടറിൽ ചുരുങ്ങി 1-2 ഗോൾ എംബാപ്പന്റെ കാലിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. എംബാപ്പയ്ക്ക് പരമായിട്ട് ഗ്രാസിയ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രാസിയ ക്ലബ് വേൾഡ് കപ്പിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയ ചങ്ങായാണ്. പക്ഷേ ഇന്നത്തെ പെർഫോമൻസ് അത്ര ഗംഭീരമൊന്നായിരുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ എൻട്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് താരങ്ങൾക്ക് പുതിയതായിട്ട് അവസരം കിട്ടി. ഇബ്രാഹിമോ അതേപോലെ തന്നെ അർദ ഗുലാർ എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ ഗോൾ അടിക്കാൻ മാത്രം ചാൻസുകളില്ല. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്ലേയേഴ്സും ഫസ്റ്റ് അവർ ആ 35 മിനിറ്റ് റയൽ മാഡ്രിഡിനെ വാച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്. റയൽ മാഡ്രിഡിന്റെ പരമാവധി പൊട്ടൻഷ്യൽ എടുപ്പിക്കാൻ വിട്ടിട്ട് അതുവരെ സൈലന്റായി കളിച്ച് പിന്നെ ആ ഗോൾ സ്കോർ ചെയ്ത ശേഷം ചങ്ങായാണ് ഇന്ന് ഗോൾ സ്കോർ ചെയ്ത് ആശാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് മാൻ ഓഫ് ദി മാച്ച് നോക്കിയിരിക്കുന്നത്. റോഡ്രിഗോനെ പോലെ ഒരു പ്ലെയറിനെയൊക്കെ റയൽ മാഡ്രിഡ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കരിയർ നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അഞ്ചലോട്ടിയിൽ നിന്നും തുടങ്ങിയത് ഇപ്പോഴും സാവിയിൽ നിന്നും അവസാനിച്ചിട്ടില്ല. ചങ്ങായിക്ക് 31 മത്സരങ്ങൾ എങ്ങനെ ഈ ചങ്ങായി ഒരു ഗോൾ അടിച്ചിട്ട് ഇന്നാണ് റയൽ മാഡ്രിഡ് 31 മത്സരങ്ങൾക്ക് ശേഷം ഗോൾ അടിക്കുന്നത്. അതിനെ 5-10 മിനിറ്റൊക്കെയാണ് ആൾക്ക് പ്ലേയിങ് ടൈം കൊടുക്കുന്നത്. ചങ്ങായി അടുത്ത വേൾഡ് കപ്പ് വരാൻ പോവാണ്. റയൽ മാഡ്രിഡ് മാത്രമല്ല, ഒരു 4-5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വേൾഡ് കപ്പിൽ ബ്രസീൽ ഇറങ്ങുമ്പോൾ
ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവണമെന്ന് എല്ലാ പ്ലേയേഴ്സും ആശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ബെഞ്ചിലിട്ട് ഇങ്ങനെ ഒട്ടി കഴിഞ്ഞാൽ എങ്ങനെയാകുമാർ ഇന്നത്തെ ആ ഒരു കളി ഫുൾ ഓഫ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും റോഡ്രിഗോന്റെ കളി അത്രമാത്രം ആള് ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്ന ആ ഫസ്റ്റ് 10-35 മിനിറ്റ് എന്നിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെ എൻട്രിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വാർത്തകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇബ്രാഹിമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ പേർക്ക് ഇന്ന് കളിക്കാനുള്ള അവസരം കിട്ടി. എന്താന്ന് പറഞ്ഞാൽ അത്രയും പ്ലേയേഴ്സ് അവിടെ പരിക്കുകളിലായിരുന്നു. അതേപോലെ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടുള്ള നിക്കോ റിലി ചങ്ങായി ഫസ്റ്റ് ഹാഫിലൊന്നും വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് ഗോൾ അടിച്ച ശേഷമാണ് ആളും ഒന്ന് ട്രാക്കിലേക്ക് വരുന്നത്. അതാണ് റോഡ്രിഗോന്റെ കൗണ്ടറിനൊക്കെ ഈ ചങ്ങായിക്ക് ഫസ്റ്റ് ഹാഫിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾ അത്രയും സുന്ദരമായിട്ട് കൗണ്ടർ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആള് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് നടത്തി ഒരു ഗോൾ സ്കോർ ചെയ്തു, അടിപൊളിയായിട്ട് ഡിഫൻസ് ചെയ്ത് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് ആൾ പോയിരിക്കുന്നത്. അതേപോലെ ഡോക്കോന്റെ കളി നോക്കി കഴിഞ്ഞാൽ ഡോക്കോന്റെ പെർഫോമൻസ് പറഞ്ഞാൽ എല്ലാ കളിയും ഒരേപോലെ ആയിരിക്കണം. ചില കളി നല്ല കളിയും ചില കളി മോശമായിരിക്കും. പക്ഷെ ഇന്ന് ഡോക്കയ്ക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോയി. അതുപോലെ ഹാലൻഡിന്റെ പറഞ്ഞ പോലെ ആദ്യ ഗോളാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണെന്നുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യത്തെ ഗോളാണ് ഹാലൻഡിന്റെ പറഞ്ഞ പോലെ അടിക്കുന്നത്. അതേപോലെ ചെറുക്കിയുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നന്നായിരുന്നു. അതിനുശേഷം 2-3 പേരെയൊക്കെ ചെറുക്കിയുടെ അതേപോലെ ബ്രണ്ട സിൽവ അതേപോലെ ഫോർഡിനെ ഹാലൻഡിനെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗാർഡിയോളയ്ക്ക് ഒരു 3 പോയിന്റ് വേണമായിരുന്നു. ആ 3 പോയിന്റ് നേടിയെടുത്തു. അത്ര തന്നെ. അത് ബർണബോയിൽ വന്നിട്ടാണെന്നുള്ള കാര്യം ചിന്തിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളിയിൽ നല്ല പെർഫോമൻസ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റോഡ്രിഗോ തന്നെയാണ് ബെസ്റ്റ് പെർഫോമൻസ് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവരും ബെല്ലിഹാമും അത്യാവശ്യം ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിസുന്ദരമായ ഒരു ചാൻസ് ബെല്ലിഹാമിന് അതേപോലെ വിനീഷ്യസ് രണ്ടാളും ബോക്സിന് മുകളിലൂടെ ചിപ്പ് ചെയ്ത് വിടുക ചെയ്ത് അത് താഴേക്ക് അസിസ്റ്റ് കൊടുത്താണെങ്കിൽ അവർ 2 പ്ലേയേഴ്സ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുന്ദരമായ അസിസ്റ്റുകളും ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെൽഫിഷ് ആയിട്ടുള്ള കളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവിടെ എംബാപ്പെ എന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ബോൾ കിട്ടി ആൾ ഗോളാക്കിയിട്ടുണ്ടാവും. പക്ഷേ എംബാപ്പയുടെ ഇന്നത്തെ ആ ഒരു കുറവ് റയൽ മാഡ്രിഡിൽ നികത്താനായിട്ടില്ല. എംബാപ്പയ്ക്കൊക്കെ ഞാൻ ഒരു ലോങ് ടൈം ഇഞ്ചുറി കിട്ടിക്കഴിഞ്ഞാൽ റയലിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ചിരി വന്നു പോകും. എന്താ പറഞ്ഞാൽ 17 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് എടുത്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം മാത്രം ഓൺ ടാർഗറ്റിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അറ്റാക്കിങ്ങിന്റെ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. 17 ഷോട്ടുകളാണ്, 1, 2 അല്ല, 17 എണ്ണത്തിൽ 2 എണ്ണം മാത്രം ഉണ്ട്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ 11 ഷോട്ട് എടുത്താൽ 7 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. 46% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ റയൽ മാഡ്രിഡ്, 54% പൊസിഷൻ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി. അത് സെക്കൻഡ് ഹാഫിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി കളി മൊത്തമായിട്ട് കൺട്രോൾ ചെയ്തതും അങ്ങനെ ആ 2-1 ഊന്നി വിജയിക്കാൻ നോക്കിയതും. ഒരുപാട് ഗോൾ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിനും അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 2 ഭാഗത്തും ഫിനിഷിങ്ങിന്റെ അതേപോലെ കോർട്ടോ ആയിരുന്നു റയൽ മാഡ്രിഡ് രക്ഷിച്ചതെന്ന് പറയാം. കോർട്ടോ ഇല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഒരുപാട് ഈ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ തോൽക്കേണ്ടതുണ്ടായിരുന്നു. 384 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 450 പാസുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി കംപ്ലീറ്റ് ചെയ്തത്. പാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 88ഉം മാഞ്ചസ്റ്റർ സിറ്റി 88 രണ്ടുപേരും സെയിം ആണ്. 13 ഫൗൾസും 18 ഫൗൾസും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡ് 13 ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി 18 ഫൗൾസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 3 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് ആണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഓഫ് സൈഡ് ഉണ്ട്. കോർണേഴ്സ് വിൻ ചെയ്ത് 2 ടീം അവൈലബിൾ. ബാക്കി എല്ലാ കാര്യത്തിലും സിമിലാരിറ്റി. പക്ഷേ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ 11-ൽ നിന്ന് 2ഉം 11-ൽ നിന്ന് 7ഉമാണ്. അപ്പോൾ 2 നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം റയൽ മാഡ്രിഡിന്റെ കളിയുടെ നിലവാരം ഇന്നത്തെ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നത്തെ കളിയിൽ എന്തൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെക്കുറിച്ച് അതേപോലെ ഇന്നത്തെ കളിയിൽ നമ്മൾ ലൈവ് ഇട്ടുണ്ടായിരുന്നു. കളിയെക്കുറിച്ചുള്ള ഒരു വാച്ചിങ് ആണെന്നുള്ള ഒരു ലൈവ് ഇട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി. അതിൽ ഇസ്മയിൽ പറഞ്ഞൊരു ബ്രോയാണ് നമ്മുടെ പ്രഡിക്ഷൻ 2-1 വിജയിക്കുമെന്ന് പറഞ്ഞത്. ആൾക്ക് 1000 രൂപ സമ്മാനമായിട്ട് അടിച്ചിട്ട് അതേപോലെ ഇനി അടുത്ത ലൈവിൽ പരമാവധി വരിക. അതേപോലെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടും. അപ്പൊ ഇന്നത്തെ റയലിന്റെ തോൽവിയോട് കൂടിയിട്ട് ബാഴ്സ ആരാധകർ ഒന്നുകൂടെ സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സയ്ക്ക് ടോപ്പ് 8 കയറാനുള്ള അവസരമാണ് അടുത്ത 2 മത്സരങ്ങളും കൂടി ജയിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ടേബിളിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡിംഗ് നോക്കി കഴിഞ്ഞാൽ ആഴ്സണലാണ് 6 കളിയിൽ നിന്ന് 18 പോയിന്റുമായി 1ാം സ്ഥാനത്ത്, ബയൺ മ്യൂണിക്ക് 6 കളിയിൽ നിന്ന് 15 പോയിന്റുമായി 2ാം സ്ഥാനത്ത്, PSG 3ാം സ്ഥാനത്ത് 6 കളിയിൽ നിന്ന് 13 പോയിന്റുമായിട്ട്, മാഞ്ചസ്റ്റർ സിറ്റി 4ാം സ്ഥാനത്ത് 6 കളിയിൽ നിന്ന് 13 പോയിന്റുമായിട്ട്, അറ്റ്ലാന്റയാണ് 6 കളിയിൽ നിന്ന് 13 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്ത്, ഇന്റർ മിലാനാണ് 6 കളിയിൽ നിന്ന് 12 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്തുള്ള, റയൽ മാഡ്രിഡ് 7ാം സ്ഥാനത്താണ് 6 കളിയിൽ നിന്ന് 12 പോയിന്റുമായിട്ട്, അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് 6 കളിയിൽ നിന്ന് 12 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്ത്, 9ാം സ്ഥാനത്ത് ലിവർപൂളാണ് 6 കളിയിൽ നിന്ന് 12 പോയിന്റുമായിട്ട്, ഡോട്ട്മണ്ട് ഉണ്ട് 6 കളിയിൽ നിന്ന് 11 പോയിന്റുമായിട്ട്, 10ാം സ്ഥാനത്ത് ടോട്ടൻഹാം 6 കളിയിൽ നിന്ന് 11 പോയിന്റുമായിട്ട്, 11ാം സ്ഥാനത്ത് 12ാം സ്ഥാനത്തുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് 10 പോയിന്റുമായിട്ട്, 13ാം സ്ഥാനത്തുള്ളത് ചെൽസിയാണ് 10 പോയിന്റുമായിട്ട്, സ്പോർട്ടിംഗ് CP ഉണ്ട് 14ാം സ്ഥാനത്ത് 10 പോയിന്റുമായിട്ട്, ബാഴ്സലോണ ഉണ്ട് 15ാം സ്ഥാനത്ത് 10 പോയിന്റുമായിട്ട്. അപ്പോൾ ഒരുപാട് ടീമുകൾക്ക് പോയിന്റ് വ്യത്യാസത്തിൽ ഇനി 2 കളിയുണ്ട്. അതിൽ പെട്ടെന്നൊക്കെ മാറി എന്താ പറയുക, ഗോൾ ശരാശരി ഭയങ്കര ഒരു വിഷയമാണ്. എന്താണെന്ന് പറഞ്ഞാൽ
ഒരു 4 ടീമുകളാണ് 12 പോയിന്റ് നിൽക്കുന്നത്, 2 ടീമുകൾ 13 പോയിന്റ് നിൽക്കുന്നുണ്ട്, 3 ടീമുകൾ 13 പോയിന്റ് നിൽക്കുന്നുണ്ട്, അതേപോലെ 11 പോയിന്റ്, 10 പോയിന്റ്, 9 പോയിന്റ് ഒക്കെ ആയിട്ട് കുറേ ടീമുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളിയിലെ തോൽവി, റയലിന്റെ തോൽവി ശരിക്കും ഡബിൾ മധുരമാണ് ബാഴ്സലോണയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ബാഴ്സലോണ അടുത്ത 2 കളി മത്സരിക്കുകയാണെങ്കിൽ ടോപ്പ് 8ലേക്ക് വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.